എന്താണ് ഡിജിറ്റൽ ഇൻകം മാസ്റ്ററി കോഴ്സ്? എന്തിനാണ് ഈ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ ആവശ്യകത എത്രമാത്രം ഉണ്ട്? ഇനി ഇതിൻ്റെ സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ജയൻ പ്രഭാകർ. ഞാനൊരു ഡിജിറ്റൽ കോച്ചാണ്. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ലഭിക്കും. ഓക്കെ, ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡിജിറ്റൽ ഇൻകം മാസ്റ്ററി കോഴ്സ്. ഇതൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ്. എന്താണ് ഡിജിറ്റൽ പ്രോഡക്റ്റ്? നേരത്തെ തയ്യാറാക്കിയ, റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കിയ വീഡിയോ ലെക്ചേഴ്സാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ്. ഓക്കെ, ഇതിനകത്ത് ടീച്ച് ചെയ്യുന്ന കാര്യം ഹൗ ടു ക്രിയേറ്റ് ഡിജിറ്റൽ പാസീവ് ഇൻകം നെക്സ്റ്റ് 90 ഡേയ്സ്. എങ്ങനെയാണ് വരുന്ന 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വരുമാനം സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടേതായ അഭിരുചിയിലുള്ള ഏത് മേഖലയിലും നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡ് കോഴ്സസ് ആണ്. യു ക്യാൻ വാച്ച് എനി ടൈം. നേരത്തെ തയ്യാറാക്കിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് കാണാനായിട്ട് സാധിക്കും, പഠിക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഇത് ലൈഫ് ടൈം ആക്സസ് ആണ്. നെക്സ്റ്റ് വൺ, ആർക്കൊക്കെയാണ് ഈ ഒരു കോഴ്സ് വാങ്ങാൻ സാധിക്കുന്നത്? എപ്പോഴാണ് വാങ്ങാൻ സാധിക്കുന്നത്? അറ്റൻഡ് ലൈവ് വെബിനാർ ഫോർ ദിസ് പ്രോഡക്റ്റ്. എല്ലാ ആഴ്ചയിലും ഞാൻ ലൈവ് വെബിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു 90 മിനിറ്റ്സ് വെബിനാറിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഈ ഒരു കോഴ്സ് വാങ്ങിക്കാനായിട്ട് പറ്റുക. കാരണം അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നറിയണം, ശരിയല്ലേ? അതുകൊണ്ട് തന്നെയാണ് 90 മിനിറ്റ്സ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹൈ വാല്യൂ പാക്ഡ് സെഷനാണ്. കാരണം ആ ഒരു 90 മിനിറ്റ് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റിവെക്കാൻ സമയം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ ആ ലൈവ് സെഷനിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് ഈ ഒരു കോച്ചിങ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്, ഞാൻ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു, എൻ്റെ ഒരു ബയോഡാറ്റ ഞാൻ പറയുന്നുണ്ട്. അതുകൂടാതെ എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, ഇനി അതുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ബെനിഫിറ്റ് ഉണ്ട്, ആർക്കൊക്കെയാണ് ഇതിൽ നിന്നും വരുമാനം സമ്പാദിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ലൈവ് വെബിനാറിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ആ ലൈവ് സെഷനിൽ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റ് ലഭിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, വൈ? എന്തിനാണ് ഈ ഒരു ഡിജിറ്റൽ ഇൻകം മാസ്റ്ററി കോഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? വൈ? ബിൽഡ് ആൻ ഓൺലൈൻ ബിസിനസ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഓൺലൈൻ ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, നോ എംപ്ലോയീസ് നീഡഡ്. ഈ ഒരു ബിസിനസ് ഒരു നോളജ് ബേസ്ഡ് പ്രൊഫഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു തരത്തിലുള്ള എംപ്ലോയീസിനെയും നിങ്ങൾക്ക് അപ്പോയിൻ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരുപാട് എംപ്ലോയീസിനെ അപ്പോയിൻ്റ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് 100% വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റിനെ കോഴ്സാക്കി ഡെവലപ്പ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, നോ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ബിസിനസ്സിൽ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. നെക്സ്റ്റ് പോയിൻറ്റ്, ക്രിയേറ്റ് കോഴ്സസ് ബേസ്ഡ് ഓൺ യുവർ പാഷൻ. നമുക്കറിയാം, പല ആളുകളും വർക്ക് ചെയ്യുന്നത് അവർക്കിഷ്ടമില്ലാത്ത മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ധാരാളം സ്ട്രെസ് ഉണ്ടാവും. അതുകൂടാതെ പലതരത്തിലുള്ള ഫാമിലി ഇഷ്യൂസും പേഴ്സണൽ പ്രോബ്ലങ്ങളും അതിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ധാരാളം രോഗങ്ങളും വന്ന് പെടും, ശരിയല്ലേ? കാരണം നമുക്കിഷ്ടമില്ലാത്ത ഒരു മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരും. എന്തുകൊണ്ടാണ്? എല്ലാത്തിനും ബേസ് പണം എന്നുള്ളൊരു ബേസ്മെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ, ശരിയാണോ? പലരും വീട് വിട്ട് നിന്ന് ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു. വല്ലപ്പോഴും മാത്രമേ കുടുംബമായിട്ട് ഒത്ത് ഇരിക്കാറുള്ളൂ, അല്ലേ? ക്രിസ്മസ് അല്ലെ ഓണം, വിഷു ഇതുപോലെയുള്ള ആഘോഷങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഫാമിലിയായിട്ട് സമയം ചിലവഴിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും എല്ലാ സമയവും എല്ലായ്പ്പോഴും ഫാമിലിയായിട്ട് സന്തോഷകരമായിട്ട് ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ പ്രാരാബ്ധങ്ങൾ കൊണ്ട്, പണത്തിൻ്റെ പ്രശ്നം കൊണ്ട്, അല്ല മറ്റ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അത് സാധിക്കാതെ വന്നു, ശരിയല്ലേ? ആ സമയത്താണ് 100% വർക്ക് ഫ്രം ഹോം. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഈ ഒരു ബിസിനസ്
നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം തന്നെ സമയം ചിലവഴിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം ഞാൻ മാർക്കറ്റിംഗ് സെഗ്മെൻറ്റിൽ പലതരത്തിലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, പലപ്പോഴും വീട്ടിൽ വരാൻ സാധിക്കത്തില്ല. മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടിൽ വരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ധാരാളം സ്ട്രെസ്, ഒരുപാട് യാത്രകൾ, ഭക്ഷണം, ആരോഗ്യം, ഇതൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ കറക്റ്റ് സമയത്ത് വീട്ടിൽ എത്താൻ സാധിക്കാത്തതുകൊണ്ട്, അല്ലെ, പല ഫംഗ്ഷനും നമ്മൾ പങ്കെടുക്കേണ്ട പല ഫംഗ്ഷനും നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്ത വരുന്നൊരു സാഹചര്യം. അപ്പം പലതരത്തിലുള്ള ഫാമിലി ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. സോ ഈ ഒരു മേഖലയിലൂടെ ഞാനും കടന്നു പോയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു പ്രൊഫഷൻ ഞാൻ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ. കാരണം 100% നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, നോ ഏരിയ റെസ്ട്രിക്ഷൻ. ഈ ഒരു ബിസിനസ്സിൻ്റെ ഒരു തരത്തിലുള്ള ഏരിയ റെസ്ട്രിക്ഷൻസും ഇല്ല. എനിവെയർ ഇൻ ദി വേൾഡ്, ലോകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാം, നിങ്ങളുടെ ഓൺ ബിസിനസ്. അതാണ് നെക്സ്റ്റ് പോയിൻ്റ്, മോർ ടൈം ഫ്രീഡം ആൻഡ് മണി ഫ്രീഡം. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം, സമയ സ്വാതന്ത്ര്യം. അപ്പോൾ ഈ ഒരു ബിസിനസ് അത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ലേണിങ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും 90 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൈവരിക്കാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ റീസൺസ്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ഹൗ. എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? ഡിജിറ്റൽ ഇൻകം മാസ്റ്ററി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഈ ഒരു ഇൻസൈഡ് കോഴ്സിൽ എന്തൊക്കെയാണ് ടീച്ചിങ്സ് ഉള്ളത്? നിങ്ങൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് കിട്ടുന്നത്? ഫസ്റ്റ് പോയിൻ്റ്, ഫൈൻഡ് യുവർ നിഷ്. നിഷ് മീൻസ് നിങ്ങളുടെ ഇഷ്ടമുള്ള മേഖല. ഫോർ എക്സാമ്പിൾ, പേഴ്സണൽ, കരിയർ, ബിസിനസ്, ഹെൽത്ത്, അല്ല മ്യൂസിക്, ഡാൻസ്, ഏതും ആയിക്കോട്ടെ. നിങ്ങളുടെ പാഷനായിട്ടുള്ള ഏരിയ ഏതാണോ അത് കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു ഈ ഒരു കോഴ്സ്. കാരണം നമ്മളുടെ പാഷനായിട്ടുള്ള ഏരിയയിൽ ഏത് രീതിയിലാണ് ഈ ഒരു കോഴ്സ് ബിൽഡ് ചെയ്യേണ്ടത് നമുക്കറിയില്ല. കാരണം ഇതൊരു പുതിയ മേഖലയാണ്, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളെ പൊസിഷൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. രണ്ടാമത്തെ പോയിൻ്റ്, പൊസിഷനിങ്. മൂന്നാമത്തെ പോയിൻ്റ്, ബ്രാൻഡിങ്. കാരണം ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ ബ്രാൻഡിങ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് അറിയണം. എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് അവർ വരികയുള്ളൂ. സോ ബ്രാൻഡിങ്, എങ്ങനെയാണ് നിങ്ങളെ ബ്രാൻഡ് ചെയ്യുന്നത്, നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ, സ്കോപ്പ് അനാലിസിസ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട എടുത്ത വിഷയം, അതിന് എത്രമാത്രം സാധ്യതയുണ്ട്? കാരണം നമ്മൾ സാധ്യതയുള്ളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടേ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ, ശരിയല്ലേ? ആർക്കും താല്പര്യമില്ലാത്തൊരു മേഖല ചൂസ് ചെയ്തുകൊണ്ടൊരു പ്രയോജനമില്ല. സോ എങ്ങനെയാണ് ഇതിൻ്റെ സ്കോപ്പ് അനലൈസ് ചെയ്യുന്നത്? നിങ്ങളുടെ മേഖലയിൽ ഈ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സാധ്യത എത്രമാത്രം കണ്ടെത്താം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, കോഴ്സ് ക്രിയേഷൻ. എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്നു. നെക്സ്റ്റ്, വെബ്സൈറ്റ് സെറ്റപ്പ്. ഡിജിറ്റൽ കോച്ചിങ്ങിൽ പേഴ്സണൽ ബ്രാൻഡഡ് വെബ്സൈറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റ് jains.com, അതിൽ എന്തൊക്കെയാണ്, എൻ്റെ പ്രൊഫൈലുണ്ട്, എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് സെല്ല് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വെബ്സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത്? നമുക്കറിയാം, ഇന്നൊരു 10,000-15,000 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള വെബ്സൈറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ ഒരു കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇമെയിൽ മാർക്കറ്റിംഗ്. ഈ ബിസിനസ്സിൻ്റെ വളരെ സ്പൈൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. കാരണം ഇമെയിലിലൂടെ നമുക്ക് നമ്മളുടെ ക്ലയൻസുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? സോ ഇമെയിൽ മാർക്കറ്റിംഗ് ടീച്ച് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, വാട്സപ്പ് ഓട്ടോമേഷൻ. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വാട്സപ്പാണ്. എല്ലാവരും എല്ലാ സമയത്തും വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കും, പുതിയ മെസ്സേജ് വന്നോ അല്ല ആർക്കെങ്കിലും അയക്കാനുണ്ടോ, ശരിയല്ലേ? സോ വാട്സപ്പിലൂടെ എങ്ങനെയാണ് ജെന്യുവിൻ ലീഡ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലയൻസിനെ എങ്ങനെയാണ് വാട്സപ്പിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നത്
ഇനി അതിനെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ബ്രോഡ്കാസ്റ്റായിട്ട് നമുക്ക് 10,000 ആളുകളിലേക്ക് ഈ ഒരു മെസ്സേജ്, നിങ്ങളുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്, ആ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ടീച്ച് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, പോഡ്കാസ്റ്റ്. പോഡ്കാസ്റ്റ് ഒരു ഫ്യൂച്ചർ ഇൻഡസ്ട്രിയാണ്. കാരണം ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അതൊരു വോയിസ് സെർച്ചിൻ്റെ കാലഘട്ടമാണെന്ന് വളരെ വലിയ വലിയ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഫോബ്സ് മാഗസിനൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു, ഫ്യൂച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ വോയിസ് സെർച്ചിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ നമ്മൾ ധാരാളം വീഡിയോസ് കാണാറുണ്ട് യൂട്യൂബിലും അല്ല മറ്റു പല പ്ലാറ്റ്ഫോമിലും, ശരിയല്ലേ? നെക്സ്റ്റ് ഒന്ന് വോയിസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഇന്നയാളുടെ വോയിസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ പോഡ്കാസ്റ്റ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൂടാതെ നിങ്ങളുടെ ക്ലയൻറ്റുമായിട്ട് ഒരു ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ. സോ എങ്ങനെയാണ് നിങ്ങളുടെ ഓൺ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണത് പബ്ലിഷ് ചെയ്യുന്നത്, ഇതിനകത്ത് ടീച്ച് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിൻ്റ്, ബ്ലോഗ്. എങ്ങനെയാണ് ഒരു ബ്ലോഗ് റൈറ്റ് ചെയ്യുന്നത്, എങ്ങനെ ഒരു അതിമനോഹരമായിട്ടൊരു ബ്ലോഗ് എഴുതാം. ബ്ലോഗുകളിലൂടെയും പോഡ്കാസ്റ്റിലൂടെയും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇസ് എ $multi-billion ഇൻഡസ്ട്രി. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ലീഡ് ജനറേഷൻ. എങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ലീഡ്, ജെന്യുവിനായിട്ടുള്ള കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, അതിനെങ്ങനെയാണ് അവരുടെ ലീഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓൺലൈനിലൂടെ, അത് ടീച്ച് ചെയ്യുന്നു. നെക്സ്റ്റ്, LMS, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. എന്താണ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം? ഞാൻ ആദ്യമേ പറഞ്ഞു, ഡിജിറ്റൽ ഇൻകം മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് ഇതൊരു ഡിജിറ്റൽ പ്രോഡക്റ്റാണ്. ഇത് ഇരിക്കുന്ന സ്ഥലമാണ് LMS, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് ഡിജിറ്റൽ സ്കൂൾ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഓൺ കോഴ്സ് ഈ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, എങ്ങനെ അതിൽ ലോഞ്ച് ചെയ്യാം, എങ്ങനെ അതിൽ പബ്ലിഷ് ചെയ്യാം എന്നുള്ള കാര്യം ടീച്ച് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിൻ്റ്, വെബിനാർ സെല്ലിംഗ്. ഞാൻ പറഞ്ഞു 90 minutes ഡെഡിക്കേറ്റഡ് വെബിനാറിലൂടെ മാത്രമാണ്, പങ്കെടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അറ്റ് റൈറ്റ് നൗ. ഓക്കെ, സോ എങ്ങനെയാണ് വെബിനാർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഒരു 90 minutes ഡെഡിക്കേറ്റഡ് വെബിനാർ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം നിങ്ങളുടെ ഏരിയയിൽ, അതിൻ്റെ എസ്തെറ്റിക്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. അതുവഴി എങ്ങനെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കൺവേർട്ട് ചെയ്ത് സെയിലാക്കി മാറ്റുന്നത് എന്നുള്ള കാര്യം ടീച്ച് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിൻ്റ്, കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. കാരണം നമുക്കറിയാം ഇന്ന് ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്, കോഴ്സറ, അതുപോലെ യുഡമി, ധാരാളം പ്ലാറ്റ്ഫോമുകളുണ്ട്. ഏത് തരത്തിലുള്ള കോഴ്സസും അവൈലബിൾ ആണ്. അതുപോലെ ഗൂഗിളിലോ യൂട്യൂബിലോ കയറി നോക്കിക്കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് കോഴ്സസോ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ആരാണോ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിജിറ്റൽ ഇൻകം മാസ്റ്ററി എന്ന് പറയുന്നൊരു കോഴ്സ് നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ, ഓൺലൈൻ മീൻസ് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളിത് വാങ്ങി, അതും വാങ്ങിയതിന് ശേഷം നിങ്ങളും ആ ഒരു അതോറിറ്റിയായിട്ടുള്ള കണക്ഷൻ ഇല്ല, ദർ ഇസ് നോ കണക്ഷൻ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു കോഴ്സ് കാണാം. അതേസമയം ഞാൻ ക്രിയേറ്റ് ചെയ്ത ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും നിങ്ങളും തമ്മിലൊരു ലൈഫ് ലോങ് കണക്ഷൻ, ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ലക്ഷ്യമാണ്. കാരണം നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട്, മാക്സിമം റിസൾട്ട്, ഹൈ വാല്യൂ തരിക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് ഒരു വലിയ ഗെയിം ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. സോ എങ്ങനെയാണ് നിങ്ങളുടെ ഓൺ കമ്മ്യൂണിറ്റി, ഡിജിറ്റൽ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? സോ നെക്സ്റ്റ് പോയിൻ്റ്, ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ്. ഈ ഒരു മേഖലയിലെ ലെജൻഡ്സ് ആയിട്ടുള്ള സാം ഓവൻ, വിക്സ് റൈസസ്, അതുപോലെ സിദ്ധാർത്ഥ രാജശേഖർ, ഇതുപോലെയുള്ള ആളുകൾ 5 ലക്ഷം രൂപ മുതൽ ഏതാണ്ട് 40 ലക്ഷം രൂപ വരെയുള്ള പ്രോഡക്ട്സുകൾ സെല്ല് ചെയ്യുന്നു, ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നു. ആലോചിച്ച് നോക്കുക, 40 ലക്ഷം രൂപ വരെയുള്ള പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള ഷിപ്പിങ്ങും ഇല്ല, ട്രാൻസ്പോർട്ടേഷൻ, ഒരു കാര്യങ്ങളും ഇല്ല. 100% ഓൺലൈനിലുള്ള കോഴ്സസാണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതുപോലെ ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഓക്കെ,
അത് ടീച്ച് ചെയ്യുന്നു. നെക്സ്റ്റ് സ്കെയിലപ്പ്, എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു കോച്ചിങ് ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. നെക്സ്റ്റ് അത് ഏറ്റവും മെയിൻ പോർഷനാണ് ഓട്ടോമേഷൻ. നിങ്ങളുടെ ആബ്സെൻസിൽ എങ്ങനെയാണ് ഈ കംപ്ലീറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴും എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, എങ്ങനെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് നല്ല സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കും ത്രൂ ഓട്ടോമേഷൻ എന്നുള്ള കാര്യം ടീച്ച് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിൻ്റ് ഹാപ്പിനെസ് ലൈഫ്. ഡിജിറ്റൽ ഇൻകം മാസ്റ്ററി നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ് എന്താണ്, ഒരു സന്തോഷകരമായ ജീവിതം. ഞാൻ പറഞ്ഞു എല്ലാവരും ആഗ്രഹിക്കുന്നത് ഫാമിലിയോടൊപ്പം സന്തോഷകരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷേ മറ്റ് പല പ്രാരാബ്ധങ്ങൾ കൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് ജോലിയും അല്ല ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പോകുന്നു. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയിൽ നിന്ന് സമ്പാദിച്ചുകൊണ്ട് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് നയിക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ്, എന്താണ് ഇതിൻ്റെ സാധ്യത, എത്രമാത്രം സാധ്യതയുണ്ട് ഈ ഒരു കോഴ്സിന്. കാരണം സാധ്യതയുള്ളൊരു മേഖലയിൽ വന്നതിന് ശേഷമേ പ്രയോജനമുള്ളൂ, ശരിയല്ലേ? നമുക്കറിയാം ഇന്ന് കോവിഡ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് കോവിഡിൻ്റെ പ്രതിസന്ധിയിലാണ് ലോകരാജ്യങ്ങൾ കംപ്ലീറ്റ്. വലിയ വലിയ ബിസിനസ്സുകാർ, ട്രഡീഷണൽ ബിസിനസ്സുകാരൊക്കെ വലിയ രീതിയിലുള്ള നഷ്ടത്തിലേക്ക് പോയി. എത്രയോ മാസങ്ങളായിട്ട് ഷോപ്പുകളൊക്കെ അടച്ചിട്ടിരിക്കുന്നു. എത്ര ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ്സുകാരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എത്രയോ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഏതെല്ലാം രീതിയിൽ നഷ്ടത്തിലേക്ക് പോയ ആളുകളെ അറിയാം. എന്നാൽ മനസ്സിലാക്കുക, ആരാണോ അവരുടെ ബിസിനസ്സിനെ ഡിജിറ്റലൈസ് ചെയ്തത് അവർക്ക് അവരുടെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. വലിയ രീതിയിലുള്ള ടേൺ ഓവർ അവർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സൂം ആപ്ലിക്കേഷൻ. നമുക്കറിയാം, എനിക്ക് ഒരുപക്ഷെ ഈ കോവിഡിന് മുമ്പ് സൂം ആപ്ലിക്കേഷനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല. സൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷന് അല്ലെ ആ കമ്പനിക്ക് സ്വന്തമായിട്ട് ഒരു കോൺഫറൻസ് ഹാൾ പോലും ഇല്ല. ആലോചിച്ച് നോക്കുക. ഇന്ന് 10,000 ആളുകളെ ഇരുത്തി വെബിനാറുകളും ട്രെയിനിങ്ങുകളും കൊടുക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം സൂം ബിൽഡ് ചെയ്തു. അവർ വലിയ രീതിയിലുള്ള $multi-million ബിസിനസ് അവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആലോചിച്ച് നോക്കുക. നെക്സ്റ്റ് പോയിൻറ്റ്, യൂബർ. സ്വന്തമായിട്ട് ഒരു ടാക്സിയോ ഒരു കാറോ ഇല്ലാത്ത ഒരു കമ്പനി ഇന്ന് ലോകത്തുള്ള എല്ലാ ടാക്സിയുമായിട്ടും ടൈപ്പ് ആയി കഴിഞ്ഞു. അതാണ് ടെക്നോളജി. ഐഡിയ പ്ലസ് ഡിജിറ്റൽ. നെക്സ്റ്റ് പോയിൻറ്റ്, സൊമാറ്റോ. സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് പോലും ഇല്ല. ഇന്ന് ലോകത്തുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകളായിട്ടും ടൈപ്പ് ആയി കഴിഞ്ഞു. ആലോചിച്ച് നോക്കുക. സൊമാറ്റോ ഇന്ന് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഫുഡ് മേടിക്കാത്ത ആളുകളുണ്ടോ? ആലോചിച്ച് നോക്കുക. ആ രീതിയിൽ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. നെക്സ്റ്റ് പോയിൻറ്റ്, ബൈജൂസ് ആപ്പ്. നമുക്കറിയാം, നമുക്ക് മലയാളികൾ എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാനായിട്ട് സാധിക്കും. കോഴിക്കോടുള്ള ബൈജു രവീന്ദ്രൻ, അദ്ദേഹം $multi-billion ബിസിനസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇ ലേണിംഗ് സിസ്റ്റത്തിലൂടെ. ബൈജൂസ് ആപ്പ് ശരിയാണോ? അപ്പം എത്ര വർഷങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചത്. വളരെ ചുരുക്കം സമയം കൊണ്ടാണ് അദ്ദേഹം ഒരു വലിയ അസറ്റ് ക്രിയേറ്റ് ചെയ്തത്. എന്താണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്ന മേഖല? ഡിജിറ്റൽ കംപ്ലീറ്റ്. അതായത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു സ്കൂളോ കോളേജോ ഇല്ലാത്ത വ്യക്തി ഇന്ന് ഓട്ടോമേറ്റായിട്ട് എന്ത് കുട്ടികളെ പഠിപ്പിക്കുന്നു. ആലോചിച്ച് നോക്കുക. ഫിസിക്കലായിട്ടൊരു അപ്പിയറൻസും ഇല്ല. സോ ഇതൊരു $325 ബില്യൺ ഇൻഡസ്ട്രിയാണ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മേഖല ഇ ലേണിംഗ് ഇൻഡസ്ട്രി. $325 ബില്യൺ. ഒരു 1 ബില്യൺ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി ഏതാണ്ട് 7,000 കോടി രൂപയോളം വരും. അപ്പോൾ ആലോചിച്ച് നോക്കുക എത്രമാത്രം വ്യാപ്തിയുണ്ട്. ഇപ്പോൾ 2025 ഇതിൻ്റെ വിറ്റുവരവ് പ്രതീക്ഷിക്കുന്നത് $325 ബില്യൺ ആണ്. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു മേഖലയാണ്. അപ്പോൾ ഇത് ശരിക്കും കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ അല്ലെ ഗ്ലോബലിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം സാധ്യതയുള്ളൊരു മേഖലയാണ് നിങ്ങളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തോന്നുന്നത്? താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങളിപ്പം വാച്ച് ചെയ്യുന്ന യൂട്യൂബിലോ അല്ലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഏത് പ്ലാറ്റ്ഫോമിലോ ആയിക്കോട്ടെ, താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് ലഭിച്ചത്? എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എത്രമാത്രം സാധ്യതയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. സോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞു. ഡിജിറ്റൽ ഇൻകം മാസ്റ്ററി
വാട്ട്, വൈ, ഹൗ ആൻഡ് വാട്ട് ഇസ് ദ സ്കോപ്പ് ഓഫ് ഡിജിറ്റൽ ഇൻകം മാസ്റ്ററി. സോ ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഓൺലൈനിലായിട്ടുള്ളൊരു ബിസിനസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും വിതിൻ 90 ഡേയ്സ്. ഓക്കെ, ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.